ഹലോ ഫ്രണ്ട്സ്, ട്രിപ്സ് ടുഗദറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാഞ്ചസ്റ്ററിൽ നിന്നും 124 കിലോമീറ്ററാണ് നമുക്ക് ഈ ലാൻഡ്വുഡ്നോയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഒറ്റ സ്ട്രെച്ചിൽ 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ലാൻഡ്വുഡ്നോയിൽ എത്താൻ പറ്റും. വെയിൽസിൻ്റെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് അങ്ങോട്ടുള്ള ഡ്രൈവും നല്ല മനോഹരമാണ്, ഒട്ടും മടുപ്പിക്കുന്നതല്ല. നമ്മളിപ്പോൾ ഉള്ളത് നോർത്ത് വെയിൽസിലെ ലാൻഡ്വുഡ്നോയിലാണ്. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ ഇവിടെയാണുള്ളത്. സോ ആ കേബിൾ കാർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര പ്രകൃതി സൗന്ദര്യമാണ് നോർത്ത് വെയിൽസിന്, അതെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ആദ്യമായി ഞങ്ങൾ പോയത് കേബിൾ കാറിൽ കയറാനാണ്. മലമുകളിലുള്ള ഗ്രേറ്റ് ഓർമി സബ്മിറ്റ് കാർ പാർക്കിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ഈ കാർ പാർക്കിംഗ് തന്നെ അതിമനോഹരമാണ്. വളരെ ഉയർന്ന ഒരു പ്രദേശത്താണ് ഈ കാർ പാർക്കിംഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അമേസിങ് വ്യൂ ആണ്. ഈ കാർ പാർക്കിംഗ് നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ നമുക്ക് കാർഡ് ആയും ക്യാഷായും ഒക്കെ പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പം കേബിൾ കാറിന്റെ എൻട്രൻസിലേക്ക് നീങ്ങുകയാണ്. നമുക്ക് ടിക്കറ്റ് എടുക്കണം. സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കേബിൾ കാർ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 2 മൈൽ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിപ്പം ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ ചാർജസ് ഒക്കെയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നാണ് ഒരു ആളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് നമുക്ക് വൺ സൈഡ് ഈ കേബിൾ കാറിൽ യാത്ര ചെയ്യാനുള്ളത്. വേണമെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അതേ കേബിൾ കാറിൽ തന്നെ തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കേബിൾ ട്രാം ട്രൈ ചെയ്യാവുന്നതാണ് തിരിച്ചിങ്ങോട്ടുള്ള യാത്രയിൽ. ബ്രെത്ത് ടേക്കിംഗ് വ്യൂ ആണ് നമുക്ക് ഇതിൽ പോകുമ്പം കാണാനുള്ളത്. ലാൻഡ്വുഡ്നോ പട്ടണത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂവും കടലും 50 കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപും വരെ നമുക്ക് കാണാൻ കഴിയും. നല്ല തെളിഞ്ഞ ദിവസമാണെങ്കിൽ താഴേക്ക് നോക്കിയാൽ ഹാപ്പി വാലി എന്ന മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് ഉണ്ട്. അതിൽ മേഞ്ഞ് കിടക്കുന്ന കുറേ ആട്ടിൻപറ്റത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. 1969 ഈ കേബിൾ കാർ സ്ഥാപിക്കപ്പെടുന്നത്. ഈ കേബിൾ കാർ പോലെ തന്നെ ഇവിടുത്തെ ട്രാമും കേബിൾ ഉപയോഗിച്ചുള്ള ട്രാമും ഫേമസ് ആണ്. 1902 ഈ ട്രാം നിലവിൽ വരുന്നത്. ബ്രിട്ടനിലെ ശേഷിച്ച ഏക കേബിൾ സ്ട്രീറ്റ് ട്രാം ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഒന്നുകൂടി ഇവിടെ. താങ്ക് യു. അടിപൊളിയല്ലേ? നോർത്ത് വെയിൽസിലുള്ള മനോഹരമായ പട്ടണമാണ് ലാൻഡ്വുഡ്നോ. ഈ പട്ടണത്തിന് ലാൻഡ്വുഡ്നോ എന്ന് പേര് വരാൻ കാരണം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ചാണ്. സെയിന്റ് ടുഡ്നോയുടെ നാമത്തിലായിരുന്നു ഈ ചർച്ച് ഉണ്ടായിരുന്നത്. ലാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചർച്ച് എന്ന് തന്നെയാണ്. കോപ്പർ ഖനനത്തിൻ്റെയും മത്സ്യബന്ധനത്തിൻ്റെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പണ്ട് ഈ ലാൻഡ്വുഡ്നോ. ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ലാൻഡ്വുഡ്നോ. ഒരുപാട് ഹോട്ടൽസുകൾ കൊണ്ടും റിസോർട്ടുകൾ കൊണ്ടും ഒക്കെ അതിസമ്പന്നമാണ് ലാൻഡ്വുഡ്നോ. മനോഹരമായ ബീച്ചും അവിടെ നിർമ്മിച്ചിരിക്കുന്ന പിയറും ഒരു പ്രത്യേക രൂപഭംഗിയുള്ള മലനിരകളും ഒക്കെ ചേർന്നാണ് ലാൻഡ്വുഡ്നോ. ഒത്തിരി ഹോട്ടൽസും റെസ്റ്റോറൻറ്റും നമുക്കിവിടെ കാണാൻ പറ്റും. പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ ലാൻഡ്വുഡ്നോ. നമ്മളിപ്പം ലാൻഡ്വുഡ്നോയിലെ മറൈൻ ഡ്രൈവിലാണ് ഉള്ളത്. സോ ഇത് ബീച്ചിൻ്റെ സൈഡിലൂടെ തന്നെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ്. കുറച്ച് നാരോ ആണ്, ബട്ട് വൺ വേ ആയതുകൊണ്ട് നമുക്ക് സേഫാണ്. നമുക്ക് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ സ്ലോ ഡ്രൈവിൽ നമുക്ക് പോവുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലാൻഡ്വുഡ്നോ മറൈൻ ഡ്രൈവിലൂടെയാണ്.
ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഡ്രൈവാണിത്. 4 മൈൽസ് ആണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഇതിൽ 3.5 മൈലും വൺ വേ ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വരും എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വേണ്ട. അതുപോലെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാർ ഒതുക്കിയിട്ടിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നല്ല സീനിക് ബാക്ക്ഗ്രൗണ്ടാണ് ഫോട്ടോ എടുക്കാനൊക്കെ. ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതലും വരുന്ന കടലും അതുപോലെ മലനിരകളും ഒക്കെയാണ്. ഒരു പകുതി ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു റീഫ്രഷ്മെൻറ്റ് സെൻറ്റർ ഒക്കെ ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് ഒരു പാർക്കിംഗ് ഫീ ഒന്നും അവർ ഈടാക്കുന്നില്ല. ഇന്നൊരു ദിവസം നമ്മൾ ലാൻഡ്വുഡിനോ പട്ടണം എക്സ്പ്ലോർ ചെയ്യുകയായിരുന്നു. ഓഫ് കോഴ്സ് നമ്മൾ പിന്നീട് ഒരിക്കൽ വീണ്ടും ഈ ലാൻഡ്വുഡിനോയിൽ വരും. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഈ നഗരം. നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നൊരു സംഭവമല്ല. ഇനി നമ്മൾ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ടവൻ എന്ന സ്ഥലത്തുള്ള പാർക്ക്ഡീൻ ക്യാമ്പർവാൻ റിസോർട്ടിലാണ് നമ്മൾ എയർബിഎൻബി വഴി സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. കൂടാതെ നമ്മൾ ഒരു ആബർ ഫാൾസ് എന്ന വെള്ളച്ചാട്ടം കൂടി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയൊരു എപ്പിസോഡായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.